വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ്റെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 and 2. താഴെ 1, 2 എന്ന ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ മാർക്ക് വീതമാണ് അതിനുള്ളത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോമ്പൗണ്ട് കോസിങ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ ഈസ്. ദ കോമ്പൗണ്ട് കോസിങ് ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ്. വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, ഡി കാൽഷ്യം ക്ലോറൈഡ്. ഇതിൽ ഓപ്ഷൻ സി ആണ്, കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. രണ്ടാമത്തേത് നമുക്ക് 2 കോളംസ് ആണുള്ളത്. 1 പോളിത്തീൻ, 2 ബേക്ക്ലൈറ്റ്, 3 സെല്ലുലോസ്. ഇനി രണ്ടാമത്തെ അടുത്ത ടേബിളിൽ തന്നിട്ടുണ്ട്. ബിയിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? നാച്ചുറൽ പോളിമർ, തെർമോപ്ലാസ്റ്റിക്, സിന്തറ്റിക് റബ്ബർ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സിന്തറ്റിക് റബ്ബർ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇത് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. പോളിത്തീൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ തെർമോപ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ ഒന്നാമത്തത് ക്യൂ ആണ്. രണ്ടാമത്തത് ഏതാണെന്ന് നോക്കാം. ബേക്ക്ലൈറ്റിൻ്റെ ഏതാണ്? ബേക്ക്ലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. രണ്ടാമത്തത് എസ് ആണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. സെല്ലുലോസ് നാച്ചുറൽ പോളിമറാണ്. നാച്ചുറൽ പോളിമറാണ്. അപ്പോൾ മൂന്നാമത്തത് പി ആണ്. അപ്പോൾ ഒന്നാമത്തത് ക്യൂ, രണ്ടാമത്തത് എസ്, മൂന്നാമത്തത് പി. അങ്ങനെ ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അപ്പോൾ രണ്ടാമത്തെ ഉത്തരം ഇതാണ്. അപ്പോൾ പോളിത്തീൻ, ബേക്ക്ലൈറ്റ്, സെല്ലുലോസ്, ഇതിൻ്റെ ഓരോന്നിനും എക്സാമ്പിൾ ഇതായി പഠിക്കുക. പോളിത്തീൻ എന്ന് പറയുന്നത് തെർമോപ്ലാസ്റ്റിക് ആണ്, ബേക്ക്ലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്, സെല്ലുലോസ് എന്ന് പറയുന്നത് നാച്ചുറൽ പോളിമറാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നെയിം ദ ഫേസ് ചേഞ്ച് ഷോൺ ആസ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നിടത്ത് എന്ത് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഏത് ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്ലിമേഷൻ. ഏതാണ് ഒന്നാമത്തെ ഉത്തരം? സബ്ലിമേഷൻ. ഒന്നാമത്തത് സബ്ലിമേഷൻ ആണ്. രണ്ടാമത്തത് റൈറ്റ് എനി 2 സബ്സ്റ്റൻസസ് ഷോയിങ് ദിസ് പ്രോപ്പർട്ടി. ഇതേ പ്രോപ്പർട്ടി കാണിക്കുന്ന വേറെ ഏതെങ്കിലും 2 സബ്സ്റ്റൻസിൻ്റെ പേരും കൂടെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? നാഫ്തലിൻ, പിന്നെ അയോഡിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിഥിയം NaK, പൊട്ടാസ്യം is tried in Dobernier's classification. Atomic mass of lithium is 7 and that of K is 39. What is the atomic mass of Na? നമുക്ക് തന്നിരിക്കുന്നതിൽ Naയുടെ അറ്റോമിക് മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23 ആണ്. എത്രയാണ് അറ്റോമിക് മാസ്? Naയുടെ അറ്റോമിക് മാസ് 23 ആണ്. Which property of atom is the basis of modern periodic table? Which property of atom is the basis of modern periodic table? Who is the proposer of modern periodic table? ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? അറ്റോമിക് നമ്പർ ആണ് കേട്ടോ. അറ്റോമിക് നമ്പർ. ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തത്? മോസ്ലെ. ആരാണ്? മോസ്ലെ. അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ വന്നിരിക്കുന്നത്. അറ്റോമിക് നമ്പറിൻ്റെ ഇത് പ്രപ്പോസ് ചെയ്തത്, മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തത് മോസ്ലെയാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് Mendeleev's classification is very noticeable attempt in classification of elements. മെൻഡലിൻ്റെ ക്ലാസിഫിക്കേഷൻ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു എലമെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവ് പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
എന്താണ് മെൻഡലിൻ്റെ പീരിയോഡിക് ലോ എന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് മാസ്. ദിസ് ഈസ് ദ പീരിയോഡിക് ലോ ബൈ മെൻഡലീവ്. ഏതിൻ്റെ ബേസിലാണ്? അറ്റോമിക് മാസിൻ്റെയാണ്. മോഡേൺ ഏതാണ്? അറ്റോമിക് നമ്പറിൻ്റെ ആയിരുന്നു. അപ്പോൾ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ദിസ് ഈസ് ദ പീരിയോഡിക് ലോ ബൈ മെൻഡലീവ്. അപ്പോൾ മെൻഡലിൻ്റെ പീരിയോഡിക് ലോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ മോഡേൺ പീരിയോഡിക് ലോയും. ഇനി ഡിഫൈൻ പീരിയഡ് ആൻഡ് ഗ്രൂപ്പ്. എന്താണ് പീരിയഡ്, എന്താണ് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പീരിയഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പീരിയഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ അല്ലേ, ഹൊറിസോണ്ടൽ റോയാണ് എന്തെന്ന് പറയുന്നത് പീരിയഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളം ഇതാ ഇങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പീരിയഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എഴുതും. പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ റോസ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ഹൊറിസോണ്ടൽ റോയാണ് എന്തെന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് പീരിയഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഈസ് എന്താണ്? വെർട്ടിക്കൽ കോളംസ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ വെർട്ടിക്കൽ കോളംസ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ എയർ ടു ഫോം ഇറ്റ്സ് കോമ്പൗണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ എയർ ടു ഫോം ഇറ്റ്സ് കോമ്പൗണ്ട്. മഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്, അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതും? 2Mg + O2. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും? 2MgO. ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കണം. 2MgO. രണ്ടിലും മഗ്നീഷ്യം ഉണ്ട്, രണ്ടിലും 2 ഓക്സിജൻ വീതം ഉണ്ട് അല്ലേ. ഇത് രണ്ടിനും കോമൺ ആണ് 2Mg. അപ്പോൾ 2 മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നത് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. 2Mg + O2 gives 2MgO. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ഡിസോൾവിങ് ദിസ് പ്രോഡക്റ്റ് ഇൻ വാട്ടർ the solution is tested by dipping blue and red litmus paper in it. What will be the observation? After the dissolving this product in water, the water dissolve ആയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വാട്ടറിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ the solution tested by dipping blue and red litmus paper in it. What will be the observation? അതിൽ ബ്ലൂവും റെഡ് ലിറ്റ്മസ് പേപ്പറും ഡിപ്പ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ബ്ലൂ ലിറ്റ്മസിന് എന്തുണ്ടാവില്ല? നോ ചേഞ്ച് ഇൻ ദ ബ്ലൂ കളർ ഓഫ് ലിറ്റ്മസ്. ബ്ലൂ കളർ ലിറ്റ്മസിന് എന്തുണ്ടാവില്ല? ബ്ലൂ കളർ ഓഫ് ലിറ്റ്മസിന് എന്തുണ്ടാവില്ല? മസ്റ്റ് ഹാവ് നോ ചേഞ്ച് അല്ലേ. ബ്ലൂ കളർ ലിറ്റ്മസിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ബ്ലൂ കളർ ലിറ്റ്മസിന് എന്തില്ല? നോ ചേഞ്ച്. നോ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ബ്ലൂ ലിറ്റ്മസ്. റെഡ് ലിറ്റ്മസ് എന്താവും? റെഡ് ലിറ്റ്മസ് ടേൺസ് ടു എന്താണ്? ബ്ലൂ. റെഡ് ലിറ്റ്മസ് എന്ത് ചെയ്യും? ടേൺസ് ബ്ലൂ ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ വാട്ടറിൽ ഡിസോൾവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മുക്കിയാൽ ബ്ലൂ കളർ ഓഫ് ലിറ്റ്മസിന് ചേഞ്ച് ഉണ്ടാവില്ല. റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി? വാട്ടർ ഈസ് എ substance having high heat capacity. ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഹാവിങ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. വാട്ട് ഈസ് മെൻ ബൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സബ്സ്റ്റൻസ്? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ടർ എന്ന് പറയുന്നത് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്? ഒരു സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. ഉത്തരം എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി required to raise the temperature of a given substance by 1 degree Celsius. അതായത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് is the amount of heat energy required to raise the temperature of given substance by 1 degree Celsius. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യൻ. which are the
രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് എനി 2 സിറ്റുവേഷൻ ഇൻ വിച്ച് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ്. ഹൈ ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിൻ്റെ യൂസ് ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു കൂൾ വെഹിക്കിൾ എൻജിൻ. റേഡിയേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു അല്ലേ, അതായത് വെഹിക്കിൾ എൻജിൻസിന് കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഹെൽപ്സ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. യൂസ്ഡ് ഇൻ ഹോട്ട് ബാഗ്സിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th question. Soda lime glass is used for making glass bottles, window panes, etc. What are the components of this glass? ഈ ഗ്ലാസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. വിച്ച് ആർ ദ കെമിക്കൽ യൂസ്ഡ് ഫോർ ഇമ്പാർട്ടിംഗ് ദ ഫോളോയിങ് കളേഴ്സ് ടു ഗ്ലാസ്? ഏതൊക്കെ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇമ്പാർട്ടിംഗ് ദ ഫോളോയിങ് കളേഴ്സ് ഓഫ് ഗ്ലാസ്. ബി, ഒന്നാമത്തെ ഏതാണ്? യെല്ലോ കാഡ്മിയം സൾഫൈഡ്. ഏതാണ്? കാഡ്മിയം സൾഫൈഡാണ്. ബ്ലൂ കൊബാൾട്ട് ഓക്സൈഡാണ്. ബ്ലൂ കൊബാൾട്ട് ഓക്സൈഡാണ്. അപ്പോൾ ഏതൊക്കെയാണ്? യെല്ലോ, കാഡ്മിയം സൾഫൈഡ്, ബ്ലൂ, കൊബാൾട്ട് ഓക്സൈഡ്. യെല്ലോയും ബ്ലൂ ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്? യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് കാഡ്മിയം സൾഫൈഡ്. ബ്ലൂവിന് വേണ്ടിയിട്ട് ഏതാണ്? കൊബാൾട്ട് ഓക്സൈഡ്. ഇനി ബി, റൈറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് ദ ഫോളോയിങ് ഗ്ലാസസ്. താഴെ തന്നിരിക്കുന്ന ഗ്ലാസസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചത് സോഡ ലൈം ഗ്ലാസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. ഇനി താഴെ തന്നിരിക്കുന്ന കുറച്ച് ഗ്ലാസസിൻ്റെ കമ്പോണൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസും ഫ്ലിൻറ്റ് ഗ്ലാസും ആണ് തന്നിരിക്കുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ഏതൊക്കെയാണ്? സിലിക്ക, പിന്നെ ബോറോൺ ട്രയോക്സൈഡ്, പിന്നെ സോഡിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്. അപ്പോൾ നമുക്കൊന്ന് താഴെ ആൻസറിലേക്ക് നോക്കാം. ബോറോസിലിക്കേറ്റ് ഗ്ലാസിൻ്റെ ഏതാണ്? സിലിക്ക, ബോറോൺ ട്രയോക്സൈഡ്, സോഡിയം ഓക്സൈഡ് അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ്. ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ സിലിക്ക, ലെഡ് ഓക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്. അപ്പോൾ ഈ ഗ്ലാസ്സുകളുടെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് സിലിക്ക, ബോറോൺ ട്രയോക്സൈഡ്, സോഡിയം ഓക്സൈഡ് ഓർ അലൂമിനിയം ഓക്സൈഡ്. ഫ്ലിൻറ്റ് ഗ്ലാസ്സിൽ സിലിക്ക, ലെഡ് ഓക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8th question. 4R approaches is advised to minimize the pollution due to plastic. Write and explain the 4Rs. ഇവിടെ പറയുന്ന 4Rs ഏതൊക്കെയാണ്? 4R പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഈ 4R എന്ന് പറയുന്നത്? ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4Rകൾ ഏതൊക്കെ? റിഫ്യൂസ്. എന്താണ്? അവോയ്ഡ് ഗിവിങ് ഓർ അക്സെപ്റ്റിംഗ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. എന്താണ് റിഫ്യൂസ് എന്ന് വെച്ചാൽ? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകുന്നതോ സ്വീകരിക്കുന്നതോ നമ്മൾ കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ എന്ത് ചെയ്യണം? ഒഴിവാക്കുക. റിഫ്യൂസ്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറയ്ക്കുക. മിനിമൈസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൻ്റെ യൂസസ് മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. റീയൂസ് എന്ന് പറഞ്ഞാൽ റീയൂസ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, അതായത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വീണ്ടും ഉപയോഗിക്കുക. റീസൈക്കിൾ. കൺവേർട്ട് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഇൻറ്റു ന്യൂ ഐറ്റം ത്രൂ സ്യൂട്ടബിൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്. അനുയോജ്യമായ
എന്താണ് കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സുകളുടെ ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ നമ്മൾ പുതിയ ഐറ്റംസ് ആക്കിയിട്ട് പുതിയ വസ്തുക്കളാക്കി മാറ്റുക. ഇതൊക്കെയാണ് ഈ 4R. അപ്പോൾ എന്തൊക്കെയാണ്? റെഫ്യൂസ്, റെഡ്യൂസ്, എന്തൊക്കെയാണ് വരുന്നത്? റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതാണ് 4R എന്ന് പറയുന്നത്. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ കംപ്ലീറ്റ് ഇക്വേഷൻ ഫോർ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് നൈട്രിക് ആസിഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ നൈട്രിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷനാണ് തന്നിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. NaOHും HNO3യും. അപ്പോൾ NaNO3യുടെ കൂടെ പോയില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാകുന്ന കോമ്പണൻറ്റ് NaNO3 NaNO3യും പ്ലസ് ബാക്കി ആരുണ്ട്? H, 2 H ഉണ്ട്, OU ഉണ്ട് അല്ലേ, ഒരു OU ഉണ്ട്. അപ്പോൾ H2O. അപ്പോൾ NaNO3യും എന്താണ്? H2Oയും. കംപ്ലീറ്റ് ദ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ബി, റൈറ്റ് ദ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ ദ സോൾട്ട് പ്രൊഡ്യൂസസ്. റൈറ്റ് ദ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ ദ സോൾട്ട് പ്രൊഡ്യൂസസ്. എന്താണ് സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് നിങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്ത് ചെയ്യണം നമ്മൾ ആദ്യം? ഈ ടെസ്റ്റിൻ്റെ പേരെന്താണ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നാണ് കേട്ടോ. എന്താണ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നാണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റാണ് നമ്മളിത് ചെയ്യേണ്ടത്. സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആദ്യം എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുക. ആഡ് സം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ടു ഇറ്റ് ആൻഡ് മിക്സ് വെൽ. അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഇട്ടിട്ട് മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. നൗ കീപ് ദ ടെസ്റ്റ് ട്യൂബ് സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ആൻഡ് ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഇറ്റ് വെരി സ്ലോലി വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സൊല്യൂഷൻ മിക്സ്ചർ. അതിനുശേഷം ഇതിനകത്തേക്ക് എന്തായി? പുതുതായിട്ട് തയ്യാറാക്കിയ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് അല്പം ചിരിച്ച് പിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റി കൂടിയ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ഇളക്കാതെ വളരെ സാവധാനം ചേർക്കുക. എ ബ്രൗൺ റിംഗ് ഈസ് അപ്പിയർഡ് എ ദ സർഫസ് ഓഫ് എ സെപ്പറേഷൻ ഓഫ് ദ സൊല്യൂഷൻ മിക്സ്ചർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെ ചേർക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? 2 സൊല്യൂഷൻസും ചേരുന്ന ഭാഗത്ത് ഒരു ബ്രൗൺ കളറിലുള്ള റിങ്, വളയം പോലെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫെറസ് സൾഫേറ്റ് ചേർത്ത് നന്നായി ഇളക്കുക. അതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ട്യൂബ് അല്പം ചെരിച്ച് പിടിച്ച ശേഷം ഡെൻസിറ്റി കൂടിയ സൾഫ്യൂരിക് ആസിഡ് ഇളക്കാതെ പതുക്കെ സാവധാനം ചേർക്കുക. എന്നിട്ട് 2 സൊല്യൂഷൻസും ചേരുന്ന ഭാഗത്ത് ഒരു ബ്രൗൺ കളർ റിങ് പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണ് ഇത് ബ്രൗൺ റിംഗ് ടെസ്റ്റാണ് അവിടെ ചെയ്യേണ്ടത്. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് അതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ. HCl, H2SO4, സിൽവർ, സിങ്ക്, കാൽഷ്യം കാർബണേറ്റ്, NaCl. ഇത്രയും സംഭവങ്ങൾ തന്നിട്ടുണ്ട്. വിച്ച് എമംഗ് ദ എബോവ് യു വിൽ സെലക്ട് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് ടു ഫിൽ എ ബലൂൺ? സെലക്ട് ദ റിക്വയർഡ് ടു ഓൺലി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ അല്ലേ. അതിൽ ഏതൊക്കെയായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏതൊക്കെയായിരിക്കും സെലക്ട് ചെയ്യുക എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് HClഉം സിങ്കും. HClഉം സിങ്കും കൂടെ തമ്മിലുള്ള റിയാക്ഷനിൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പിന്നെ H2SO4ഉം സിങ്കും തമ്മിലുള്ള റിയാക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ HCl ആൻഡ് സിങ്ക് എന്നോ അല്ലെങ്കിൽ H2SO4 ആൻഡ് സിങ്ക് എന്നോ നിങ്ങൾക്ക് എഴുതാം. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു സിങ്കും HCl. അപ്പോൾ സിങ്ക് 2HCl. ഇതെങ്ങനെയാണ്? സിങ്കും ക്ലോറിനും അല്ലേ. സിങ്ക് 2നും എന്താണ്? ഇവിടെ ക്ലോറിൻ 2 എണ്ണം ഉണ്ട്. സിങ്ക് 2 സിങ്ക് എന്താണ്? 1 ആണ്. അപ്പോൾ സിങ്ക് ക്ലോറൈഡ് അല്ലേ. സിങ്ക് Cl2 പ്ലസ് എന്താണ്? H2 പ്ലസ് H2. സിങ്ക് Cl2, ഇവിടെ ഈ 2 ആണ് Cl2. സിങ്ക് Cl2 പ്ലസ് H2. ഇനി അടുത്തത് എന്താണ്? സിങ്കും H2SO4ഉം തമ്മിലാണ്. അപ്പോൾ സിങ്ക് SO4 പ്ലസ് എന്താണ്? H2.
സിങ്ക് SO4 പ്ലസ് H2. അപ്പോൾ ഇതെങ്ങനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന് എഴുതാം. സിങ്ക് Cl2, സിങ്കും ഈ Cl ഇതിന് ബാധകം. അപ്പോൾ Cl2, സിങ്ക് Cl2 പ്ലസ് H2, സിങ്ക് SO4 H2. ഇങ്ങനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതുക. നെക്സ്റ്റ് 10th question. Boiled water just after boiling is taken in a test tube and fitted with a syringe as shown in the figure. ഇവിടെ താഴെ എന്താണ്? ബോയിൽഡ് വാട്ടർ ജസ്റ്റ് ആഫ്റ്റർ ബോയിലിംഗ് ഇസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഫിറ്റഡ് വിത്ത് എ സിറിഞ്ച് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ ഇൻ വാട്ടർ ഇഫ് ദ പൊസിഷൻ ഓഫ് ദ സിറിഞ്ച് ഇസ് പുൾ ടു ബാക്ക്? സിറിഞ്ചിൻ്റെ ആ ബാക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത്, വലിക്കുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക? വാട്ട് ഈസ് ഒബ്സർവേഷൻ ഇൻ വാട്ടർ ഇഫ് ദ പൊസിഷൻ ഓഫ് ദ സിറിഞ്ച് ഇസ് പുൾ ടു ബാക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? ടെസ്റ്റ് ട്യൂബിലെ വാട്ടർ എന്ത് ചെയ്യും? വീണ്ടും തിളയ്ക്കും. അതാണ് വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ബോയിൽസ് അഗൈൻ. ടെസ്റ്റ് ട്യൂബിലെ വാട്ടർ വീണ്ടും എന്ത് ചെയ്യും? തിളയ്ക്കും. ടെസ്റ്റ് ട്യൂബിലെ വെള്ളം വീണ്ടും തിളയ്ക്കും. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഗീവ് റീസൺ ഫോർ ദിസ് ഒബ്സർവേഷൻ. ഇതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ അന്നേരം പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ആസ് ദ പ്രഷർ ഡിക്രീസസ്, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഓൾസോ ഡിക്രീസസ്. ബോയിലിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? കുറയും. പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റും കുറയുന്നു. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റും കൂടുമെന്നാണ് അതിനർത്ഥം. ഓക്കെ. നെക്സ്റ്റ്, how can you relate it with the difficulty in cooking food in open vessel at a high altitude? എന്താണ്? how can you relate it with the difficulty in cooking food in open vessel at a high altitude? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓപ്പൺ വെസൽസിൽ ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി എന്തുകൊണ്ടാണ്? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനാണ് പറയുന്നത്. നല്ല ഉയർന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രദേശങ്ങളിൽ തുറന്നു വെച്ച പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ പ്രയാസമാണ്, ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ അത് ഇതുമായി റിലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ദ പ്രഷർ ഈസ് ലെസ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. സോ വാട്ടർ ബോയിൽസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് നീഡ്സ് മോർ ടൈം ഫോർ ഫുഡ് ആർട്ടിക്കിൾസ് ടു കുക്ക്. അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായതുകൊണ്ട് അവിടെ വെള്ളം എന്താണ്? കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് തിളക്കുന്നത് അല്ലേ? വെള്ളം കുറഞ്ഞ താപനിലയിലാണ് തിളക്കുന്നത്. ഇതെന്ത് ചെയ്യും? ആഹാര സാധനങ്ങൾ പാകം ചെയ്യാൻ കൂടുതൽ സമയം, ഓപ്പൺ വെസലിൽ കൂടുതൽ സമയം എടുക്കും. അതാണ് ഇതിന് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.